ഇന്നും പതിവ് പോലെ അടുക്കള സജീവമായിട്ടുണ്ട്. ഒരടുപ്പിൽ ഇഡ്ഡലിക്കുട്ടകവും ഒരടുപ്പിൽ കുക്കറും ഒക്കെ ആയിട്ട് ഭയങ്കര മേളം നടക്കുന്നുണ്ട്. ഈ കാണുന്ന ബഹളത്തിലൊന്നും വലിയ കാര്യമില്ലെന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. രാവിലെ പുട്ടുണ്ടാക്കുവാണ്. പുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ലാന്ന് നിങ്ങളെല്ലാവരും ഇപ്പോൾ പറയും, എനിക്കറിയാം. ഒന്നുകിൽ നീളമുള്ള പുട്ടുകുറ്റി അല്ലെങ്കിൽ ചിരട്ടപ്പുട്ട്. ഇതാണല്ലോ പുട്ടിൻ്റെ ഏകദേശ രൂപം. പക്ഷേ ഇവിടെ ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഇങ്ങനെ മാറ്റമുണ്ട്. കാരണം ഞാനൊരു വലിയ മടിച്ചിയാണ്. കൂട്ടിന് കുറേ കാരണങ്ങൾ പറയാനുണ്ടല്ലോ. പുട്ട് കഴിച്ചാൽ പോരെ, അതിൻ്റെ രൂപത്തിലൊക്കെ എന്ത് കഥയിരിക്കുന്നു. രൂപമൊക്കെ എപ്പോൾ വേണേലും മാറാമല്ലോ അല്ലേ. ആ, കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ രൂപം മാറാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന ചിന്ത ഇപ്പം മനസ്സിൽ വന്നില്ലേ. പുട്ടിൻ്റെ കൂടെ ചെറുപയർ പുഴുങ്ങിയതും കൂടിയുണ്ട്. അതൊക്കെ തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി ഉപ്പ് നോക്കുക എന്ന് പറയുന്ന ചടങ്ങും കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ എളുപ്പപ്പുട്ട് റെഡിയായി. പിന്നെ 2-3 പപ്പടമൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. മോനുകുട്ടനും ഈ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴമൊക്കെ പുരട്ടി കഴിക്കുന്നതിനേക്കാളും കടലക്കറി കൂട്ടുന്നതിനേക്കാളും ചിലപ്പോഴൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ പുട്ടും ചെറുപയറും പപ്പടമൊക്കെ ഇട്ടിളക്കി ഒരു പിടി പിടിക്കാൻ പോവാണ്. കൂട്ടത്തിലൊരു ഗ്ലാസ് ചായയുണ്ട്.